ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള അലോവേര ജെല്ല് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഉണ്ടാക്കാനായിട്ട് നിസ്സാര സംഭവമുള്ളൂ, നിസ്സാര ടൈം വേണ്ടു. അപ്പോൾ അതെല്ലാം നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമുക്കത് കാണാം കേട്ടോ. അപ്പോൾ എന്നാൽ നമുക്കെന്നാൽ ആ വീഡിയോയിലേക്ക് അങ്ങോട്ട് പോയാലോ. അപ്പോൾ നമ്മൾ ഇന്ന് അലോവേര ജെല്ല് ഉണ്ടാക്കാനുള്ള സെറ്റപ്പിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് അലോവേര ജെല്ലാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സാധനങ്ങൾ എന്നിട്ടേക്ക് നോക്കാം. നമ്മളൊരു 200 ഗ്രാമോളം അലോവേര ജെല്ലാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നല്ല അലോവേര ജെല്ല് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഇത് അലോവേര എക്സ്ട്രാക്റ്റാണ്. ഇത് ഡീം വാട്ടർ, അതുപോലെ ഇത് സാന്തം ഗമ്മ് സോഫ്റ്റാണ് കേട്ടോ, റെഗുലർ അല്ല, സോഫ്റ്റ്. അതെടുത്താലാണ് നമുക്ക് ട്രാൻസ്പെറൻറ്റ് കിട്ടുള്ളൂ. അതുപോലെ നമ്മളെപ്പോഴും എക്സ്ട്രാക്റ്റ് വെച്ച് ചെയ്യുമ്പോഴാണ് ട്രാൻസ്പെറൻറ്റ് ജെല്ല് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമ്മൾ ജ്യൂസ് എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഒരിക്കലും നമുക്ക് കിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എക്സ്ട്രാക്റ്റ് എടുത്ത് നമ്മൾ ചെയ്താൽ തന്നെയാണ് നമുക്കത് ട്രാൻസ്പെറൻറ്റ് അലോവേര ജെല്ല് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിലേക്ക് വേണ്ട പ്രിസർവേറ്റീവ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഗ്ലിസറിൻ, അതുപോലെ ഇത് അലോവേര എക്സ്ട്രാക്റ്റ്, ഡീം വാട്ടർ കേട്ടോ. ഇത്തരം സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളിന്ന് ഈ അലോവേര ജെല്ല് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഈ പാത്രത്തിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഈ ഗ്ലാസിൻ്റെ ഈ ബൗളിലാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോണത് ആദ്യം തന്നെ 8 ഗ്രാം നമ്മുടെ ഗ്ലിസറിനാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോണത്. അപ്പോൾ ആദ്യം തന്നെ 8 ഗ്രാം ഗ്ലിസറിൻ നമുക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിന് ശേഷം അതിലേക്ക് നമുക്കിനി ചേർക്കാനുള്ളത് എന്താണെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാന്തം ഗമ്മാണ് കേട്ടോ. സാന്തം ഗമ്മ് നമുക്കതിലേക്ക് ഒരു 4 ഗ്രാമോളം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്, മാറ്റി അളന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇനി സാന്തം ഗമ്മ് നമുക്ക് ഗ്ലിസറിനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം അത് രണ്ടും തമ്മിൽ നന്നായി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. സാന്തം ഗമ്മും ഗ്ലിസറിനും കൂടി നന്നായി മിക്സ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഗ്ലിസറിനിലേക്ക് നമുക്ക് നമ്മുടെ 4 ഗ്രാം സാന്തം ഗമ്മ് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ സാന്തം ഗമ്മ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മളിതിൽ നിന്ന് നന്നായി മിക്സ് ചെയ്ത് രണ്ടും കൂടി നന്നായി യോജിപ്പിക്കുക. അപ്പോൾ നമ്മുടെ സാന്തം ഗമ്മും നമ്മുടെ ഗ്ലിസറിനും നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ അലോവേര എക്സ്ട്രാക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അലോവേര എക്സ്ട്രാക്റ്റ് നമുക്ക് 60 ഗ്രാം അലോവേര എക്സ്ട്രാക്റ്റ് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക കേട്ടോ. അടിപൊളിയായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിന് ശേഷം അതിലേക്ക് നമുക്കിനി ചേർക്കാനുള്ളത് നമ്മുടെ ഡീം വാട്ടറാണ്. നമ്മുടെ ഡീം വാട്ടർ 126 ഗ്രാം ഡീം വാട്ടർ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അലോവേര നല്ല സോഫ്റ്റ് ജെല്ല് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ജെല്ല് തന്നെ കിട്ടും. ഇപ്പോൾ നമ്മൾ ഡീം വാട്ടറാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഡീം വാട്ടർ ആഡ് ചെയ്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക. നമുക്ക് എന്തോരം തിക്നെസ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ആ ഒരു ഇത് നമുക്കതിൽ ഓട്ടോമാറ്റിക് നമ്മൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് കിട്ടും കേട്ടോ. ആ തിക്നെസ് നമുക്ക് വരും. അതിനുശേഷം നമുക്ക് ഇത് ഇനിയിപ്പോൾ പ്രിസർവേറ്റീവ് നമ്മളിപ്പോൾ ചേർക്കണില്ല. ഇത് കണ്ടില്ലേ നിങ്ങൾ, നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി നല്ല ജെല്ല് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ. അപ്പോൾ ഇത് നമ്മൾ ഇനി ഈ ബൗളിൽ തന്നെ നമ്മളിത് മൂടി വയ്ക്കണം. അതായത് ഒരു 4-5 മണിക്കൂറെങ്കിലും അത് മൂടി വയ്ക്കണം കേട്ടോ. അതിന് ശേഷം വേണം നമുക്ക്, അതായത് അതിലത്തെ വെള്ളവും നമ്മുടെ സാന്തം ഗമ്മും എല്ലാം കൂടി നന്നായി ഒന്ന് പിടിച്ച് അതിൽ സെറ്റായി വരണമെങ്കിൽ സമയമെടുക്കും. അപ്പോൾ അത് സമയമാകുമ്പോൾ നമുക്ക് ഒരു 5 മണിക്കൂറോളം അത് നമുക്ക് മൂടി ഈ പാത്രത്തിൽ തന്നെ വയ്ക്കാം. അപ്പോൾ അതിന് ശേഷം അത് റിമൂവ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് അതിലേക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള പ്രിസർവേറ്റീവ് നമുക്ക് അതിൽ ചേർത്ത് കൊടുത്ത് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റി നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു 24 മണിക്കൂറോളം അത് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയാവും, സെറ്റായി കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. നിങ്ങളെല്ലാവരും വീട്ടിലുണ്ടാക്കുക പരമാവധി. നമ്മൾ ഇത് എല്ലാവരും കുറേ നാളായി പറയുന്നു അലോവേര ജെല്ലിൻ്റെ ഒരു വീഡിയോ ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണാം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടുള്ളവർ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കത് ഒരു 5 മണിക്കൂറോളം ഇത് നമുക്ക് വയ്ക്കാം. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പ്രിസർവേറ്റീവ് ചേർത്ത് നമുക്ക് മാറ്റാം. ഓക്കെ, ഇപ്പോൾ കണ്ടില്ലേ നിങ്ങൾ അതിൻ്റെ ട്രാൻസ്പെറൻസി ഏകദേശം. നാളേക്ക് ആകുമ്പോൾ ഒന്നും കൂടി അത് അടിപൊളിയാവും കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ സംഭവം. അപ്പോൾ നിങ്ങളെല്ലാം ട്രൈ ചെയ്യുക. നമ്മുടെ അലോവേര ജെല്ലൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ നിങ്ങൾ. നല്ല അടിപൊളി നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി നമ്മുടെ
പ്രിസർവേറ്റീവ് 2 ഗ്രാം ഞാൻ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ തിക്നെസ് എന്തോരം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറവുണ്ടെങ്കിൽ കുറച്ച് ഗമ്മ് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ റെഡി ആവും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക. അപ്പോൾ നമ്മൾ 2 ഗ്രാം പ്രിസർവേറ്റീവ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നന്നായി ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊരു 24 hours ഇത് അടച്ച് വെക്കുക കേട്ടോ. നമ്മൾ ഏത് ഡപ്പിലാണ് ഇനി വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡപ്പിൽ കറക്റ്റായിട്ട് നമ്മൾ സെറ്റാക്കി എടുത്ത് വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ അലോവേര ജെല്ല് നമുക്ക് നല്ല തിക്നെസ്സിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൂട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ഗമ്മൊന്ന് തുള്ളി കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ചാനലൊക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മെറ്റീരിയൽസ് സോപ്പ് ഉണ്ടാക്കാൻ ജെല്ലുണ്ടാക്കാനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക, നമ്പർ കൊടുക്കാം. അപ്പോൾ ഇത് നമുക്കിനി ഒരു ചെറിയൊരു പാത്രം ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതിലേക്ക് ഞാനൊന്ന് നിറച്ച് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഓക്കെ താഴ്ത്തു വയ്ക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു പാത്രത്തിൽ നമ്മൾ നിറച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇനി മൂടി അടച്ച് വയ്ക്കാനുണ്ട്. അതിൻ്റെ അടപ്പാണിത്. അപ്പോൾ അതുപോലെ ഒരു കവറിങ് വേറെ ഉണ്ട്. അപ്പോൾ ഇതും കൂടി പ്രസ് ചെയ്ത് നമ്മൾ മൂടി എടുത്ത് വയ്ക്കാം. നമുക്ക് 100 ഗ്രാം 50 ഗ്രാം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഇത് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക. നമ്മുടെ ഇത് കണ്ടില്ലേ നിങ്ങൾ, നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി അലോവേര ജെല്ല് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ പെട്ടെന്നുണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക്സ്.